ഹായ് ഹലോ, ഇന്നൊരു സൺഡേ ഡേ ഔട്ട് വ്ളോഗാണ്. നേരെ ട്രിവാൻഡ്രം കോവളം ബീച്ചിലേക്ക് പോവുകയാണ്. ഒരു ഉച്ച ടൈം ആയതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു. അപ്പോൾ വെയിലത്ത് ശംഖുക്കോടെ എല്ലാം ചൂടി നടക്കുകയാണ്. കാര്യം വെയിലും ചൂടുമൊക്കെ ആണെങ്കിലും എല്ലാവരും ബീച്ചിലേക്ക് ഇറങ്ങി നന്നായിട്ട് കുളിക്കുന്നൊക്കെ ഉണ്ട്. ശംഖു ബീച്ചിൽ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് അവൻ ബീച്ചിലേക്ക് ഇറങ്ങുന്നത്. ബീച്ചിലേക്ക് ഇറക്കിയപ്പോൾ ശംഖു ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുറേ നേരം ബീച്ചിൽ ഓടിക്കളിക്കുകയൊക്കെ ചെയ്തു. ഇതാണ് ശംഖുവിൻ്റെ ഫേവറേറ്റ് അപ്പുവും അമ്മാമ്മയും. അവർ രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഭയങ്കരമായിട്ട് വെയിലൊന്നും കാര്യമാക്കാതെയായിരുന്നു ശംഖുവിൻ്റെ ഓട്ടവും ചാട്ടവും എല്ലാം. ശംഖുവിന് ഇത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ശംഖു ഫുൾ ഓൺ മൂഡായിരുന്നു. വെയിലായതുകൊണ്ട് ആദ്യമൊക്കെ ഇറങ്ങണമെന്ന് മടിച്ചിരിക്കുകയായിരുന്നു. പിന്നീട് കുറച്ചൊന്ന് ഇറങ്ങി നോക്കിയപ്പോഴത്തേക്ക് അവൻ ഹാപ്പിയാണെന്നുണ്ടപ്പോൾ പിന്നെ അവന് ഫുൾ ഫ്രീഡം കൊടുത്തു. അങ്ങനെ ശംഖു ഭയങ്കര ഹാപ്പിയായിരുന്നു. പിന്നെ കുറച്ച് നേരം എല്ലാവരും അവനെ ഫ്രീ ആയിട്ട് വിട്ടു. അവൻ നന്നായിട്ട് എൻജോയ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിക്കളിച്ച്. വെയിലൊന്നും അവൻ കാര്യമായിട്ട് എടുത്തതേയില്ല. പിന്നെ അവനെ ബീച്ചിൽ നിന്ന് മുകളിൽ കയറ്റാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബീച്ചിൻ്റെ സൈഡിൽ നിന്ന് ലൈറ്റ് ഹൗസിൻ്റെ അങ്ങോട്ടേക്ക് നടന്നു. അപ്പോഴത്തേക്ക് ശംഖുവിനൊരു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. പിന്നെ അവനൊരു ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു. അങ്ങനെ നടന്ന് നമ്മളൊരു ഹോട്ടൽ കണ്ടെത്തി. അങ്ങനെ അവിടെ ഫുഡ് കഴിക്കാനായിട്ട് കയറി. നല്ല സൂപ്പർ വ്യൂ ആയിരുന്നു. പിന്നെ നമ്മളൊരു ബിരിയാണി ഓർഡർ ചെയ്തു. അടിപൊളി പ്രോൺസ് ബിരിയാണി ആയിരുന്നു. പിന്നെ ഒരു ലൈം ജ്യൂസും കൂടെ എല്ലാവരും കൂടി ഫുഡെല്ലാം കഴിച്ച് ബീച്ച് കണ്ട് ആസ്വദിച്ച് നമ്മൾ ആ ഹോട്ടലിൽ തന്നെ കുറച്ച് നേരം കൂടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഒന്ന് ചൂടൊക്കെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഐസ്ക്രീം കൂടെ കഴിച്ചു. അതെല്ലാം കഴിഞ്ഞ് കോവളം ബീച്ചിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞു നമ്മൾ നേരെ വേളിയിലേക്ക് പോവുകയാണ്. അങ്ങനെ വേളിയിലേക്ക് നമ്മൾ പാസ്സൊക്കെ എടുത്ത് അകത്ത് കയറി നേരെ ബോട്ടിങ്ങിന് പോകാനായിട്ട് പോവുകയാണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ബോട്ടിങ്ങിന് ടിക്കറ്റ് എടുത്തപ്പം അവരൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. പിന്നെ നമ്മൾ ആ ടൈം പോയി ഒരു ചായ കുടിക്കാമെന്ന്. പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നേരെ പാർക്കിലോട്ട് പോയി. ശംഖുവിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് പാർക്കിൽ കളിക്കുന്നത്. അവന് ഒരു കുഴപ്പമില്ല, എത്ര നേരം വേണേലും നിന്ന് കളിച്ചോളും. പാർക്ക് കണ്ടതുകൊണ്ട് തന്നെ ബോട്ടിങ്ങിന് പോകണ്ടെന്നുള്ള തീരുമാനത്തിലായിരുന്നു ശംഖു. ബോട്ട് വേണ്ടാന്നും പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ ബോട്ടിൽ കയറിയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയിട്ടിരുന്നു. പിന്നെ കുറച്ച് നേരം അതിലെ കാഴ്ചയൊക്കെ കണ്ടാൽ ഇങ്ങനെ ഇരുന്നു. ഭയങ്കര ഹാപ്പിയൊന്നുമല്ല, എന്നാലും വലിയ കുഴപ്പമില്ലാതിരുന്നു. ബോട്ടിങ് നല്ല സൂപ്പറായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ അതിൻ്റെ കാഴ്ചയൊക്കെ കണ്ട് നല്ല ആസ്വദിച്ചിരുന്നു. അതിനുശേഷം നമ്മൾ ഒരു കൂക്കു തീവണ്ടിയിൽ കയറണമെന്ന് പറഞ്ഞു. ഇതാണ് ശംഖുവിൻ്റെ കൂക്കു തീവണ്ടി. പിന്നെ നമ്മൾ അവിടെ എത്തി. അതിനുശേഷം പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാൻ വന്നു. ഫുഡും കഴിച്ച് നേരെ വീട്ടിലേക്ക്.